മലയാളികളുടെ പ്രിയപ്പെട്ട മമ്മൂട്ടിക്ക് ഇന്ന് 74-ാം പിറന്നാളാണ്. ഒപ്പം അഭിനയിക്കുന്ന ചെറിയ താരങ്ങളെപ്പോലും പരിഗണിക്കാനുള്ള മമ്മൂട്ടിയുടെ കരുതലിനെക്കുറിച്ച് വാചാലനാവുകയാണ് നടൻ സുധി കോഴിക്കോട്. കാതൽ എന്ന ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം മുഴുനീള കഥാപാത്രത്തെ അവതരിപ്പിച്ച സുധിയും മമ്മൂട്ടിയുടെ തിരിച്ചുവരവിന്റെ ത്രില്ലിലാണ്. പ്രമേയത്തിലെ സവിശേഷത കൊണ്ട് സമീപകാലത്ത് മഹാനടൻ മമ്മൂട്ടിയുടേതായി ഇറങ്ങി വലിയ ചർച്ചയായ സിനിമയാണ് കാതൽ. കാതലിൽ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് അഭിനയിച്ച സുധി കോഴിക്കോട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ 74-ാം പിറന്നാൾ ദിനത്തിൽ നമ്മോടൊപ്പം സംസാരിക്കുകയാണ്. നിങ്ങളുടെ ഈ വീട്ടിൽ വന്നപ്പോൾ തന്നെ കാണാൻ കഴിഞ്ഞു, അതിൽ തന്നെ മമ്മൂട്ടി ഉണ്ട്. അപ്പോൾ എത്രത്തോളം അദ്ദേഹത്തോടുള്ള അടുപ്പമുണ്ട് എന്നുള്ളത് അറിയാം. എന്താണ് ഈ പിറന്നാൾ ദിനത്തിൽ അദ്ദേഹവുമായിട്ടുള്ള ഓർമ്മ മലയാളികളുമായി പങ്കുവയ്ക്കാൻ താങ്കൾക്കുള്ളത്? അല്ല, എനിക്ക് ഏറ്റവും ഭയങ്കര എന്താണെന്ന് വെച്ചാൽ ഈ പിറന്നാൾ എന്ന് പറഞ്ഞാൽ മമ്മൂക്ക തിരിച്ചു വന്നു എന്നുള്ളൊരു ഇതാണ്. ആരോഗ്യപരമായിട്ട് ചെറിയ പ്രശ്നങ്ങളുള്ള എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം കഴിഞ്ഞ പിറന്നാളൊക്കെ വളരെ വിപുലമായിട്ട് കൊണ്ടാടപ്പെട്ടൊരു സമയമാണത്. ഈ തവണ നമുക്ക് ഉള്ളിൽ അങ്ങനെ ഒരു ആശങ്ക ഉണ്ട്. ഒരു മലയാളത്തിലൊരു മഹാനടൻ, മഹാമനുഷ്യൻ, ഞാൻ പറയും മഹാബുദ്ധിശാലിന്നും കൂടി പറയും, അങ്ങനെയുള്ളൊരു ആൾ ഇങ്ങനെ ഒരു രോഗാതുരനായിട്ടുള്ളൊരു റിപ്പോർട്ട് വന്നപ്പോൾ ഭയങ്കര ഒരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ ഈ പിറന്നാൾ ദിനമായപ്പം മമ്മൂക്ക ഈസ് കമ്മിങ് ബാക്ക്. അതൊരു വളരെ സന്തോഷമുള്ള കാര്യമാണ്. താങ്കൾ ഇപ്പോൾ ഈ കാതലിന് മുൻപ് വളരെ ചെറിയ വേഷങ്ങളാണ് അദ്ദേഹത്തോടൊപ്പം ചെയ്തിട്ടുള്ളത്. എന്നിരിക്കപ്പോലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ താങ്കൾ ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ട്. പാലേരി മാണിക്യത്തിൽ ഞാൻ 13 ദിവസം മമ്മൂക്കയുടെ കൂടെ വർക്ക് ചെയ്താൽ അത് ശേഷം എഡിറ്റ് ചെയ്ത് വന്നപ്പം വളരെ കുറച്ച് പോയി. ശേഷം കാണുന്ന ബാവുട്ടിയുടെ നാമത്തിലാണ്. അപ്പോൾ ഞാൻ ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ്. അപ്പം മമ്മൂക്ക ശരിക്കും അങ്ങനെ തിരിച്ചറിയാം, തന്നെ എനിക്ക് പരിചയമുണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞിങ്ങനെ പാലേരി മാണിക്യത്തിൽ പ്രഭാകരൻ പറഞ്ഞ വേഷം ചെയ്ത കക്ഷിയാണെന്ന് പറഞ്ഞപ്പോൾ അതല്ല എനിക്ക് തോന്നുന്നുണ്ട് തൻ്റെ മീശയൊക്കെ ഇവിടെ പോയി എന്ന് ചോദിച്ചാൽ അത്രയും നോട്ടനാണ് പുള്ളി ഓരോരുത്തരെയും. ഈ കാതലിലെ വേഷം എന്ന് പറഞ്ഞാൽ താങ്കളെ സംബന്ധിച്ചിടത്തോളം ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് വലിയ അഭിനയ സാധ്യതയുള്ളതും താങ്കളെ മലയാള സിനിമയിൽ അടയാളപ്പെടുത്തിയ ഒരു ചിത്രം കൂടിയാണ്. ആ സമയത്തുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ടോ? അത്രയും റിസ്ക്കുള്ളൊരു വേഷമാണ്. നമുക്കത് കാണുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമുക്കത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ഓരോ സീനും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ജിയോ ബേബി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതെങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഞാൻ പറഞ്ഞു, ഇല്ലല്ല പുള്ളി ഓക്കെയാണോ, ഹാപ്പിയാണെന്ന് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതൊരു ഭയങ്കര സന്തോഷം. അത് നമ്മളെ ഭയങ്കര മുന്നോട്ട് കൊണ്ടുപോകും. തലയിൽ കൈവച്ച ഒരു അനുഗ്രഹം സത്യത്തിൽ ഞാൻ ചോദിച്ചാണെങ്കിൽ പോലും നമുക്കതിന് തയ്യാറായി എൻ്റെ തലയിൽ കൈവച്ചു അനുഗ്രഹിച്ചു എന്നുള്ളത് ഇതിൻ്റെ ഇടയിൽ കിട്ടിയ എനിക്ക് ഏറ്റവും വലിയ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത സൗഭാഗ്യമാണ്. ഇപ്പം എന്തായാലും ഇങ്ങനെ എല്ലാ താരങ്ങൾക്കും മമ്മൂക്കയുമായി പങ്കുവെക്കാനുള്ളത് അദ്ദേഹത്തിൻ്റെ വളരെ സൂക്ഷ്മമായിട്ടുള്ള ഇടപെടലുകൾ പോലും, അതായത് ഒരു ചെറിയ റോൾ ചെയ്ത ആളെയാണെങ്കിൽ പോലും അദ്ദേഹം ഓർത്തു വെക്കുകയും പിന്നീട് പരിഗണിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഒരു വലിയ കരുതലിനെ കുറിച്ച് കൂടിയാണ് അവർക്കെല്ലാം പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ തിരിച്ചുവരവ് ദിനത്തിലെ പിറന്നാൾ അത് ഈ സഹതാരങ്ങളെ സംബന്ധിച്ചിടത്തെല്ലാം തന്നെ അതൊരു വലിയ നേട്ടമായ വലിയൊരു ആഘോഷമാക്കി തന്നെ മാറ്റുകയാണ് അവരെല്ലാവരും. വിഷ്ണു കച്ചേരിക്കൊപ്പം നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.